ഈശ്വരൻ പ്രിയമുള്ളവരെ, അല്പം സമയം എടുത്ത് ക്ഷമിക്കണം. നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പോവുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ന് ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്? നമുക്കറിയാം, നമ്മുടെ മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നതാണ്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു മുൻ ക്ലാസ്സുകളിലൂടെയൊക്കെ. നമുക്കറിയാം, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തൻ്റെ പീഡാസഹന മരണോത്ഥാന സ്വർഗാരോഹണത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ച് കഴിഞ്ഞതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുവാൻ വേണ്ടി അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മളിനി പാപരഹിതമായ ജീവിതം നയിച്ചുകൊണ്ട് പാപത്തിന് അടിമപ്പെട്ട് സാത്താന്റെ അടിമയായി ഇനി മാറാതിരിക്കാൻ വേണ്ടി ഈശോ നമുക്ക് നൽകിയതാണ് പരിശുദ്ധാത്മാവിനെ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മാമോദിസായും തൈലാഭിഷേകവും സ്വീകരിച്ച നമ്മളുടെ ഓരോരുത്തരിലേക്കും ഈശോ തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ സജീവമാകാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉജ്ജ്വലിക്കപ്പെട്ടുകൊണ്ട് നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, മാമോദിസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണെങ്കിലും നമുക്ക് പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സജീവമാകുന്നത്, പരിശുദ്ധാത്മാവ് എപ്പോഴും സജീവമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താ? എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ കുട്ടിക്കാലത്തിൽ എനിക്ക് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ഉണ്ടായിരുന്നു, പക്ഷെ അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണെന്ന് മനസ്സിലായില്ല. പിന്നീട് പലപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴൊക്കെ ശരിക്കും നന്നായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പലപ്പോഴും അതിൻ്റെ കഴിവാണെന്ന്. പക്ഷേ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയായിരുന്നു അതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കിയപ്പോഴാണ്. അതായത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ പരിശുദ്ധാത്മാവിനെ കൂടുതൽ സ്നേഹിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ മുന്നേറാനും നമുക്ക് സാധിക്കുക. അപ്പോൾ ഓർക്കുക, നമ്മളിലെല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടി വിശ്വാസ പ്രത്യത്തിലൂടെയും മാനസാന്തര പ്രത്യത്തിലൂടെയും ഈശോയോടുകൂടി ആയിരിക്കുന്ന വ്യക്തിയിലേക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. ഇനി നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാം, പരിശുദ്ധാത്മാവിനെ കൂടുതൽ മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സജീവമാകട്ടെ. നമ്മൾ കാണുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തന നിരതനാവുകയാണ്. നമ്മുടെ ഇനി വിശുദ്ധ ഗ്രന്ഥത്തെ തന്നെ രൂപപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത അറിയാൻ നമുക്ക് 73 ഗ്രന്ഥങ്ങളുണ്ട് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഈ 73 ഗ്രന്ഥങ്ങൾ എപ്പോഴൊക്കെ രൂപപ്പെട്ടത്? വിശുദ്ധ 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും അവസാനത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗം എഴുതപ്പെട്ടതെന്നാണ്, പുസ്തകം എഴുതപ്പെട്ടതെന്നാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ 1500 വർഷങ്ങളുടെ ഇടയിലാണ് ഈ പുസ്തകങ്ങൾ ഓരോന്നും രൂപപ്പെട്ടത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ചരിത്രം ഉണ്ടോ? 1500 വർഷങ്ങൾക്കൊക്കെ മുമ്പെന്ന് പറയും. ഇപ്പം നമുക്കൊരു 3500 വർഷം മുമ്പ്, അത്രയും കാലങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട പല പുസ്തകങ്ങൾ ഇപ്പം കാണാൻ പോലും ഉണ്ടാവില്ല. എവിടെയെങ്കിലും ആർക്കൈവ്സിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടായെങ്കിൽ തന്നെയും അതൊന്നും ഇന്നും ലഭ്യമല്ല. എന്നാലോ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധാത്മാവ് അത് പ്രത്യേകമായിട്ട് ക്രമീകരിക്കുക. 47 എഴുത്തുകാരെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഉപയോഗിച്ചു. അതോ 3 വ്യത്യസ്ത ഭാഷകളിലാണ് ഇത് രചിക്കപ്പെട്ടത്. ഈ 73 ഗ്രന്ഥങ്ങൾ, പല ഗ്രന്ഥങ്ങളും വ്യത്യസ്ത ഭാഷകളിൽ, അത് ഹീബ്രു, അരമായ, ഗ്രീക്ക് ഭാഷകളിൽ രചിക്കപ്പെട്ടു. ഇത് 3 ഭൂഖണ്ഡങ്ങളിൽ വെച്ച് രചിക്കപ്പെട്ടുവെന്നാണ്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ വെച്ച് രചിക്കപ്പെട്ടു. ഈ 47 എഴുത്തുകാരിൽ രാജാക്കന്മാരുണ്ട്, പടയാളികളുണ്ട്, സാധാരണ കർഷകരുണ്ട്, കവികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, മുക്കുവരുണ്ട്.
അപ്പൊ ഇവരുടെ എല്ലാം പരിശുദ്ധാത്മാവ് ഇവരിലൂടെയൊക്കെ ഈ ഗ്രന്ഥം രചിക്കുക. എങ്ങനെ? അവരുടെ ബുദ്ധിയെയും ചിന്തയും ഭാവനയും അവരുടെ സംസ്കാരത്തെയും എല്ലാം പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ട് സഹായിച്ച് അവരെ കൊണ്ട് ഈ ഗ്രന്ഥം രേഖപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് സഭയിലൂടെ അതെല്ലാം കൂട്ടിച്ചേർത്ത് വിശുദ്ധ ഗ്രന്ഥമായി നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും ആദ്യം അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കപ്പെടുന്നത് ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമാണ്. ഇന്ന് ലോകത്തിലെ ഏതാണ്ട് 2200 ഭാഷകളിലേക്ക് വിശുദ്ധ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ രൂപപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണെന്ന് മനസ്സിലാക്കണം. എത്ര വലിയ ഒരു അത്ഭുതമാണ് ഈ കാര്യമെന്ന് നമുക്ക് ചിന്തിക്കാം. ഇനി നമ്മൾ പരിശുദ്ധാത്മാവിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, യേശുവിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, ഈശോയുടെ ജനനം പരിശുദ്ധാത്മാവിലാലാണ്. ഈശോയുടെ മാമോദീസയിൽ നമ്മൾ കാണുന്ന കാര്യം, ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവിടുത്തെ ലഭിക്കുന്നു, മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഈശോയുടെ പ്രവർത്തന മേഖലകളിലെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഈശോ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാ ശക്തിയാലാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഈശോ ഉയർപ്പിക്കപ്പെട്ടത്. അങ്ങനെ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിൽ എങ്ങനെയാണ് പ്രവർത്തിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്കറിയാം, അപ്പസ്തോലന്മാർ ഈശോയുടെ കൂടെ 3 വർഷം ഒന്നിച്ച് ജീവിച്ചവരാ. ഒന്നിച്ച് ജീവിച്ചിട്ടും ഈശോയെ വേണ്ട വിധത്തിലൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലരും തന്റെ അധികാര സ്ഥാനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. ഇനി ഈശോയെ പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഓടിപ്പോയ പത്രോസ് ശ്ലീഹ പോലും നമുക്കുണ്ട്. അങ്ങനെ ഓടിപ്പോയ പത്രോസ് ശ്ലീഹായുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നു, ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി അവിടെ തയ്യാറാകുന്നു. ആ അപ്പസ്തോലൻ കൊത്തിക്കാൻ കുന്നിന്റെ നെറുകയില് തല കീഴായി തൂക്കപ്പെട്ട് രക്തസാക്ഷിത്വം മരിക്കാൻ വേണ്ടി തയ്യാറായെന്നാണ് നമുക്കറിയാം. അപ്പസ്തോലന്മാരില് യോഹന്നാൻ ഒഴികെ മറ്റുള്ള എല്ലാ കാണാൻ സാധിക്കും. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനങ്ങളൊന്ന് വായിക്കണേ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മെ സഹായിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വായിക്കേണ്ട പുസ്തകമാണ്, ഗ്രന്ഥമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ. ഇനി ആദിമസഭയിലേക്ക് നോക്കി ആദിമസഭയുടെ കാര്യങ്ങൾ വളർച്ചയുടെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന റോമാക്കാരുടെ കഠിനമായ പീഡനം. കൊളോസിയത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് വെളിച്ചം കിട്ടുവാൻ വേണ്ടി ക്രിസ്ത്യാനികളായ സ്ത്രീ പുരുഷന്മാരെ കൂട്ടിക്കെട്ടി തീ കൊടുത്ത് പന്തങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെ പട്ടിണി കിട്ട സിംഹങ്ങളുടെ മുമ്പിലേക്ക് ക്രിസ്ത്യാനികളെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. കാരണം എന്താ? മറ്റുള്ളവര് ഇത് കണ്ടിട്ട് ക്രിസ്ത്യാനികൾ ആകുന്നതിൽ നിന്നും പിന്മാറണമെന്നായിരുന്നു അറിയിച്ചു. എന്നാൽ ഇവർ ഇതെല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. കണ്ടു നിന്ന ക്രിസ്ത്യാനികൾ ഈശോയെ പ്രഘോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ ശക്തി കൊടുത്തത് പരിശുദ്ധാത്മാവല്ലേ. ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധാത്മാവ് ഇന്ന് സഭയിലൂടെ ശക്തമായി പ്രവർത്തിക്കുന്നു. അതിന് നമ്മളിലൂടെയാണ് പരിശുദ്ധാത്മാവ് സഭയിൽ ശക്തമായി പ്രവർത്തിക്കാനായിട്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി വ്യക്തികള് പരിശുദ്ധാത്മ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സഭയിലൂടെ തുടരാൻ വേണ്ടി നമ്മുടെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ വളരെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ശക്തിയാണ്, പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. വ്യക്തിയും ശക്തിയുമായ പരിശുദ്ധാത്മാവ് നമുക്ക് നിത്യസഹായകനാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ഓരോ നിമിഷവും അനുഭവിച്ച് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. എത്രമാത്രം വലിയ കൃപകളും അനുഗ്രഹമാണ് ആ പരിശുദ്ധാത്മാവിലേക്ക് നൽകിയിട്ടുള്ളത്. ഓരോ നിമിഷവും ഞാൻ പറയാൻ വേണ്ടി അറിയാം, സ്കൂളിലൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെ പഠിപ്പിക്കണമെന്നും കുട്ടികളെ മനസ്സറിഞ്ഞ് എങ്ങനെ പഠിപ്പിക്കണമെന്നൊക്കെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. SLC പരീക്ഷയുടെയൊക്കെ സമയത്ത് കുട്ടികളൊക്കെ സംശയം ചോദിക്കാൻ വരുമ്പം അവർ വരുന്ന സംശയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും, ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും പഠിക്കണ്ട, ഇന്ന കാര്യം പഠിച്ചോളാൻ പറഞ്ഞൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് കൃപ നൽകിയിട്ടുണ്ട്. അതുപോലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നപ്പോൾ എങ്ങനെയൊക്കെ പെരുമാറണം, എവിടെ ഇരിക്കണം, ഓരോരുത്തരോട് എങ്ങനെയൊക്കെ ഇടപെടണം, ഇതൊക്കെ പരിശുദ്ധാത്മാവ് പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ നിത്യസഹായനാണ്. ഇപ്പൊ നമ്മൾ വിവിധ ജീവിത ജോലികൾക്കൊക്കെ പോകുന്നില്ലേ, ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ട്രാഫിക്കിൽ കുടുങ്ങി നമ്മൾ പെട്ടെന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗ്യം കൊണ്ടല്ല,
നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് നന്ദി പറയുമ്പോൾ കൂടുതൽ ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കും. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഈ ഭാഗ്യമല്ല ഉള്ളത്. നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു നിമിഷവും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് എത്രമാത്രം നമ്മളെ വഴി നടത്തിയിട്ടുണ്ടെന്ന് ഇനി നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ സമ്മതം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ സമ്മതം ആവശ്യമാണ്. നമ്മുടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 56 വരെ തിരുവചനങ്ങളിലൂടെ ഇന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ പരിശുദ്ധ അമ്മയെ ഉത്ഭവമില്ലാത്തവളായി സർവ്വവിധ കഴിവുകളും കൊടുത്ത് ദൈവപിതാവ് ഈ ലോകത്തേക്ക് അയച്ചതാണ്. അങ്ങനെയെങ്കിൽ അതൊന്നും അമ്മയുടെ അനുവാദമൊന്നും ചോദിക്കാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെങ്കിൽ ഈശോയ്ക്ക് അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ അനുവാദം ഒന്നും ദൈവത്തിന് ചോദിക്കണം എന്നിട്ടായിരുന്നു. എന്നാൽ സ്വർഗം പരിശുദ്ധ അമ്മയുടെ സമ്മതം ചോദിക്കുക. പരിശുദ്ധ അമ്മയുടെ സമ്മതം ചോദിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഭവനയിൽ കാണാം, സ്വർഗം മുഴുവൻ ഇങ്ങനെ ചിന്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, അമ്മയെ ശ്രദ്ധിച്ചോണം. അമ്മ എന്ത് മറുപടി കൊടുക്കും? മനുഷ്യരക്ഷ സാധ്യമാകാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി അമ്മ തയ്യാറാവുകയാണെന്ന്. അങ്ങനെ നോക്കുക, നമുക്ക് പരിശുദ്ധാത്മാവിന് ആ ഗബ്രിയേൽ ദൂതിന് പരിശുദ്ധ അമ്മ എപ്പോൾ സമ്മതമരുളിയോ ആ നിമിഷം പരിശുദ്ധാത്മാവ് അമ്മയുടെ മേൽ വന്നു നിറയുന്നതോടൊപ്പം ഈശോ ജന്മം എടുക്കുന്നു അമ്മയുടെ ഉദരത്തില്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയാൻ നമുക്ക് നമ്മളിലും പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന് നമ്മളുടെ സമ്മതം ആവശ്യമാണ്. നമ്മുടെ സമ്മതം പരിശുദ്ധാത്മാവിനെ അറിയിക്കാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഒരു ഒരുക്കം, അതായത് പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ സജീവമാകുവാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഒരുക്കം ആവശ്യമുണ്ട്. ആ ഒരുക്കത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം കണ്ടെത്തുക, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പശ്ചാത്തപിക്കണം. നമ്മുടെ പാപങ്ങളെയൊക്കെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കണം. അതുപോലെ നമ്മൾ അനുരഞ്ജനപ്പെടണം. ആരോടൊക്കെയാ? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അനുരഞ്ജനപ്പെടേണ്ടത് ദൈവത്തോട് നമ്മൾ അനുരഞ്ജനപ്പെടണം, നമ്മോട് തന്നെ അനുരഞ്ജനപ്പെടണം, മറ്റുള്ളവരോട് അനുരഞ്ജനപ്പെടണം, ഈ സൃഷ്ടപ്രപഞ്ചത്തോടും അനുരഞ്ജനപ്പെടണം. ഇങ്ങനെ അനുരഞ്ജനപ്പെട്ട് പശ്ചാത്തപിക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കും. അത് അപ്പസ്തല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതൽ 38 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം തുടങ്ങി പത്രോസിനോടും മറ്റു അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കുകയാണ്, പശ്ചാത്താപത്തിന്റെ ഒരു ഘടകം ആവശ്യമാണ്. നമ്മൾ അതെല്ലാം ചെയ്തവരാ. നമ്മൾ വിശ്വാസ പ്രത്യത്തിൽ നമ്മൾ കണ്ടതാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി വിശ്വസിച്ച് നമ്മൾ കുമ്പസാരിച്ചൊരുങ്ങിയവരാ. നമ്മുടെ ജീവിതത്തെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചിട്ടുള്ളവരാ, ദൈവത്തിന് ഈശോയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളവരാ. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സജീവമാകും. ഇനി നമ്മൾ തിരിച്ചറിയുക, പരിശുദ്ധാത്മാവ് ഒരു സൗജന്യ ദാനമാണ്. ഈശോ നമുക്ക് നൽകിയിട്ടുള്ള സൗജന്യമായ ദാനമാണ് പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, പലതരത്തിലുള്ള സൗജന്യമായിട്ടുള്ള കാര്യങ്ങളും സർക്കാരുകളൊക്കെ നമുക്ക് തരാറുണ്ട്. എങ്ങനെയുള്ളവർക്ക്? അർഹതയുള്ള എല്ലാവർക്കും അത് കിട്ടണമോ? ഒരു കാര്യം ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അതിനൊരു അപേക്ഷ കൊടുക്കണം. അതായത് ആ കാര്യം കിട്ടണമെന്ന് ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. തീവ്രമായ ആഗ്രഹം ഉണ്ടാകണം. അങ്ങനെ ആഗ്രഹം ഉള്ളപ്പോഴാണ് നമ്മൾ അതിന് അപേക്ഷ കൊടുക്കുക. അപ്പോൾ സൗജന്യമായി ഈശോ നൽകുന്ന സൗജന്യ ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീവ്രമായി ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണം. തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവിൽ നിന്നും സൗജന്യമായി ഞാൻ കൊടുക്കും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവിൽ നിന്നും സൗജന്യമായി ഞാൻ കൊടുക്കും. അതേ, തീവ്രമായി ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ നമ്മൾ തിരിച്ച് ഈ കാര്യം വീണ്ടും ഒന്നുള്ളവർക്കാണ്, ദാഹത്തോടെ നമ്മൾ ചോദിച്ച് വാങ്ങണം പരിശുദ്ധാത്മാവിനെ. തിരുവചനം ഇപ്പോൾ നമ്മൾ ഇപ്രകാരം ഓർപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ
സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പ്രിയപ്പെട്ടവരെ, ആരോട് ചോദിക്കണം എന്ന് പറയുന്നത്? പിതാവായ ദൈവത്തോട് ചോദിക്കണമെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈശോയുടെ പ്രാർത്ഥന എന്നാണ്. അപ്പോൾ പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും നമ്മൾ ദാഹത്തോടു കൂടി ചോദിച്ചു വാങ്ങണം പരിശുദ്ധാത്മാവിനെ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ സജീവമാകാൻ നമ്മൾ അനുദിനം പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും ദാഹത്തോടെ ചോദിച്ചു വാങ്ങണം. ഇനിയോ വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണമെന്നാണ്. വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം. റോമാലേഖനം 10-ാം അധ്യായം 12-ാമത്തെ തിരുവചനം പ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, വിളിച്ചപേക്ഷിക്കുന്നവരിലാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ കൃപാപൂർവം വർഷിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് തീക്ഷ്ണമായിട്ട് വിളിച്ചപേക്ഷിക്കാം. ഈ നിമിഷങ്ങളിൽ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് തന്നെ ഈ നിമിഷം തന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തെ മുഴുവൻ കർത്താവിന് കൊടുത്തുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവ് വന്ന് പ്രവർത്തിച്ച് നമ്മളെ ശക്തരാക്കാൻ വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ കൊണ്ട് നമ്മൾ നിറയാൻ വേണ്ടി തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. പ്രിയപ്പെട്ടവരുടെ വേറൊരു പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രതീക്ഷയോടെ നമ്മളൊന്ന് കാത്തിരിക്കണം. പ്രതീക്ഷയോടെ ഒരു കാത്തിരിപ്പുണ്ട്. കാത്തിരിപ്പിന്റെ ഒരു കാലഘട്ടമുണ്ട്. നമുക്കറിയാം, പലരൊക്കെ ധ്യാനത്തിനൊക്കെ പോയി, ധ്യാനമൊക്കെ കൂടിയിട്ട് ചിലർ പറയും, ഇന്ന് ഈ പ്രാവശ്യം ധ്യാനത്തിന് പോയിട്ട് വലിയൊരു ഗുണമൊന്നും ഉണ്ടായിട്ട് കൃപയൊന്നും കിട്ടിയില്ല കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല എന്ന് പറയുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദേവാലയത്തിൽ വിശുദ്ധ ബലിക്കൊക്കെ പോയി തുടങ്ങിക്കഴിയുമ്പം അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സജീവമാകുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഈ പ്രതീക്ഷയോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. പ്രാർത്ഥനയെ അവസാനിപ്പിക്കരുത്. തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ: അവൻ അവരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്ഥാനമേൽക്കും. അതെ, ഈശോ സ്ത്രീയന്മാരോട് ഒരു കാത്തിരിപ്പ് പറഞ്ഞിരുന്നു, കാത്തിരിപ്പുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ കാത്തിരിപ്പുണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ തിരിച്ചറിഞ്ഞ് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ സജീവമാക്കാൻ നമ്മളെ തന്നെ ഇന്ന് സമർപ്പിക്കേണ്ടതുണ്ട്. ഓരോന്നും നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധാത്മാവ് എത്രമാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ നിറയുമ്പോൾ എന്താ സംഭവിക്കുക? പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന്, നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമ്മൾ ഉണ്ടായിട്ടുള്ളവരാണ്. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടായിട്ടുള്ളത്? നമ്മൾ തിരിച്ചറിയുന്നു, ദൈവസ്നേഹ അനുഭവത്തിൽ നമ്മൾ നിറയുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്ന് നിറയുമ്പോൾ ആ വ്യക്തി ദൈവസ്നേഹാനുഭവത്തിൽ നിറയുന്നതായിട്ട് കാണാം. തിരുവചനം നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്: പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് നൽകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവോട് ഓരോ നിമിഷവും നിറഞ്ഞ വ്യക്തികളായി തീരുമ്പോൾ ദൈവസ്നേഹം നമ്മൾ നിറയുകയും അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യും. നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാം. ഈ ആത്മാവ് നിറയുമ്പോൾ മറ്റ് എന്ത് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക? നമുക്കറിയാം, പാപബോധം നമുക്കുണ്ടാവും, നീതിബോധമുണ്ടാവും, പശ്ചാത്താപം നമുക്കുണ്ടാവും എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളവിടെ കാണുകയാണ് തിരുവചനത്തില്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുന്നു. ഇനി വീണ്ടും നമ്മൾ തിരുവചനം വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുകയാണ്, അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും, വീണ്ടും ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിന്റെ
അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധവും നീതിബോധവും പശ്ചാത്തലവും നൽകുന്നുവെന്ന് നാം തിരിച്ചറിയാം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി പരിശുദ്ധാത്മാവ് നമ്മളെ വിശ്വാസം പ്രകടിപ്പിക്കുവാനും വളർത്തുവാനും പൂർത്തിയാക്കുവാനും നമ്മളെ സഹായിക്കുന്നു എന്നാണ്. 1 കൊരിന്ത്യസ് 12-ാം അധ്യായം 3-ാമത്തെ തിരുവചനം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്: ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ല. യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഈശോയെ പ്രഘോഷിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സുവിശേഷ പ്രഘോഷണത്തിന് ഒരു വ്യക്തിയെ ഒരുക്കുന്നതും സുവിശേഷം സ്വീകരിക്കാൻ ഒരു ജനസമൂഹത്തെ ഒരുക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറയുമ്പോൾ നമ്മുടെ വിശ്വാസം ആരുടെ മുമ്പിലും വിളിച്ച് ഏറ്റുപറയാൻ നമുക്കറിയാം സാധിക്കും. ഈശോയെക്കുറിച്ച് പറയാൻ മടിയുണ്ടാകും ഒരു പക്ഷെ ഇപ്പോഴ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറഞ്ഞു കഴിഞ്ഞാൽ ആരോടും നമ്മുടെ വിശ്വാസം ഏറ്റുപറയാൻ നമുക്ക് സാധിക്കുമെന്നാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കാനും അതിൽ വളർത്തുവാനും അത് പൂർത്തിയാക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഇനി സത്യാത്മാവിനെ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുക എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തു ശിഷ്യരായി രൂപാന്തരപ്പെടുമെന്നാണ്. അതായത് ക്രിസ്തു ശിഷ്യരായി പരിശുദ്ധാത്മാവ് നമ്മളെ രൂപപ്പെടുത്തും. വീണ്ടും നമ്മൾ കാണുന്നു, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമുക്കറിയാം, ഈ ലോക ജീവിതത്തിൽ പല കാല വ്യഗ്രതകളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണ് നമ്മൾ. പലപ്പോഴും എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഓടി നടക്കുന്നത്. ഒരു കാര്യം ചെയ്തിട്ട് പൂർത്തിയാകുന്നില്ല, അത് പോരാ, ഇനിയും പോരാ, ഇനിയും എന്തൊക്കെ ചെയ്യാനുണ്ടെന്നൊക്കെ ചിന്ത വരുന്നു. യഥാർത്ഥത്തിൽ അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്വർഗത്തിൽ എത്തിച്ചേരുകയാണ്. ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിറവിൽ വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതോടൊപ്പം അവർ ഈ ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുകയും ചെയ്യും. ഒരു ടെൻഷനൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ വേണ്ടി പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് തിരിച്ചറിയാം നമുക്ക്. ഇനിയോ, ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് നമ്മളെ വളർത്തുന്ന പരിശുദ്ധാത്മാവ്. ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് നമ്മളെ വളർത്തുന്നത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ആവശ്യമായ കൃപ നമുക്ക് നൽകുന്നു. ദൈവത്തിന്റെ ഹിതം എന്താണ്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ആവശ്യമായ കൃപ നമുക്ക് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സഹായിച്ച ഒത്തിരി നിമിഷങ്ങളുണ്ട്. നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ് കൂടുതൽ അനുഭവങ്ങളൊന്നും പങ്കുവെക്കാൻ പറ്റാതെ പോകുന്നത്. ഞാനൊരു ചെറിയൊരു അനുഭവം പറയട്ടെ. അതായത് ഞാൻ കാർഷിക മേഖലയിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരേക്കർ സ്ഥലത്ത് ഞാൻ കുരുമുളക് കൂടി നട്ടു. അവിടെ തെങ്ങും വെച്ചു. ഒരു 3 വർഷമൊക്കെ നന്നായിട്ട് കയറി വരിക. 4-ാമത്തെ വർഷമായപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? നല്ല ശക്തമായ മഴ വന്നു. ആ പ്രദേശത്തിൽ ഉറവ വെച്ചു. അങ്ങനെ ആ കുരുമുളക് ചെടി മുഴുവൻ നശിച്ചു പോയി, ഒന്നുമില്ലാതെ. അപ്പം ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ചോദിച്ചു, ഇനി ഞാൻ അവിടെ എന്താ കൃഷി ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് വന്നിട്ട് തന്നൊരു ബോധ്യം, റബ്ബർ കൃഷി ചെയ്തോളാം. പ്രിയപ്പെട്ട കാലത്ത് റബ്ബറിന് ഏറ്റവും വില കുറഞ്ഞു നിന്ന് പലരും റബ്ബർ കൃഷി ഒഴിവാക്കുന്നൊരു സമയമാണ്. തീരെ വിലയില്ലായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ നിന്നുള്ള തെങ്ങിനെയൊക്കെ അവിടെ നിന്ന് പറിച്ചു മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അവിടെ റബ്ബർ കൃഷിക്കുള്ള ക്രമീകരണം ചെയ്തു. എന്താ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനെ ആ തീരുമാനം കൊടുത്തപ്പോൾ എന്നെ സഹായിച്ചത് എങ്ങനെയാണെന്നറിയോ? ആ കാലഘട്ടത്തിൽ നല്ല തൈ, റബ്ബർ തൈ വീട്ടിലെത്തിച്ച് കിട്ടി 14.5 രൂപയ്ക്ക്. അവർ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ നഴ്സറിയൊക്കെ നിർത്താൻ പോകും, ഒരു രക്ഷയില്ല, ഇനി റബ്ബർ കൃഷി നടത്തിയാലൊന്നൊരു ജീവിതം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല തൈയാണ് കൊണ്ടേക്കെന്ന് പറഞ്ഞ് അവർ വീട്ടിൽ കൊണ്ടു നടന്നു. പ്രിയപ്പെട്ടവരെ, പടിപടിയായിട്ട് റബ്ബറിന്റെ വില വർദ്ധിച്ച് പിറ്റേ വർഷമായപ്പോൾ ആ തൈക്ക് 50 രൂപയായെന്നാണ്. പുതിയ പരിശുദ്ധാത്മാവ് എത്രമാത്രം സഹായിച്ചു ചോദിച്ചപ്പോഴാണ് വന്നത്. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് വീണ്ടും തരുന്നുണ്ടായിരുന്നു. ഈ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ
വീണ്ടും വില കുറയും എന്നുള്ളത് തിന്മയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. പിന്നീട് ഉണ്ടായി ആ അത് കൃഷി ഈൽഡ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല വിളവ് ലഭിച്ചു, നല്ല പാല് ലഭിക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് ഷീറ്റ് ലഭിക്കുന്നുണ്ട്. പലരും ഇത് കാണാനൊക്കെ വന്നിരുന്നതാണ്. ഇത് കർത്താവ് നൽകിയ കൃപയായിരുന്നു, അനുഗ്രഹമായിരുന്നു. പിന്നീട് വില കുറഞ്ഞപ്പോഴും അത്യാവശ്യമൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് നയിച്ചു എന്നാണ്. ഇതേപോലത്തെ ധാരാളം അനുഭവങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും നമ്മളെ ഓർപ്പെടുത്തുകയാണ്, പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കും, വിശുദ്ധിയിൽ വളർത്തുകയും ചെയ്യുന്നു. നമുക്ക് വിശുദ്ധമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അതായത് പാപരഹിതമായ ജീവിതം നയിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. അതിനുവേണ്ടിയാണല്ലോ ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്. പാപം ചെയ്ത് വീണ്ടും സാത്താന്റെ അടിമത്തത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ സർവ്വസമ്പത്ത് നൽകിയിട്ടാണല്ലോ ഈശോ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും, വിശുദ്ധിയിൽ വളർത്തുകയും ചെയ്യും. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും പല വിധത്തിലുള്ള ദൗത്യമുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പലവിധ ദൗത്യങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. വീട്ടിലൊരു കുടുംബനാഥൻ്റെ ദൗത്യം, കുടുംബനാഥയുടെ ദൗത്യം. ഇനി ജോലി ഉണ്ടെങ്കിൽ ആ ജോലി മേഖലയിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും, നമ്മുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും കൃത്യമായി നിർവഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ജോലിയുടെ കാര്യങ്ങൾ ഒന്ന് സഹായം ചോദിച്ചാൽ മതി. ജോലിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ്, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറയേണ്ട നിമിഷം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇനി ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലും പോവുകയാണോ, വലിയ ബ്ലോക്കിലൊക്കെ പെട്ടോ, പരിശുദ്ധാത്മാവെ എന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ആ നിമിഷം പരിശുദ്ധാത്മാവ് നമുക്ക് വഴി ഒരുക്കി തരും. പ്രിയപ്പെട്ടവർ, ഇതൊന്നും അനുഭവത്തിന്റെ തലത്തിൽ നിന്ന് പറയണം. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും നോക്കി പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കുന്ന ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവെ അങ്ങേക്ക് ഒത്തിരി നന്ദി, എന്നെ സഹായിച്ചല്ലോ. പരിശുദ്ധാത്മാവിന് നന്ദിയും കൂടെ പറയണം നമ്മൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും അടുത്ത മേഖലയിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ട് പടിപടിയായി നമ്മളെ വളർത്തുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. അങ്ങനെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇനി നമ്മൾ കാണുന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ സഹവാസ അനുഭവം നമുക്ക് ലഭിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആരാണെന്നും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്നുള്ള ജീവിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മൂന്ന് വ്യക്തികളായി കാണുവാനും എന്നാൽ ഒരേ ഒരു ദൈവമാണെന്നുള്ള തിരിച്ചറിവിലേക്കൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ അനുഭവത്തിലൂടെയൊക്കെ പോയി കഴിയുമ്പം നമ്മൾ ഓരോരുത്തരും ഒരു പുതിയ സൃഷ്ടിയായി മാറും. ഈ അമേരിക്കയിൽ വന്ന് ഒരു പുതിയ സൃഷ്ടിയായി തമ്പുരാന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാക്കി നമ്മളെ മാറ്റും. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമെന്ന്. പ്രിയപ്പെട്ടവരെ, അത് അനുഭവത്തിന്റെ തലത്തിലൂടെ നമുക്ക് പടിപടിയായി വളരും. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ടല്ല നടക്കാന്ന് നോക്കണേ, ഒറ്റ ദിവസം കൊണ്ടല്ല ഇതെല്ലാം. കാരണം ഒറ്റ ദിവസം കൊണ്ട് തന്നാലോ നമുക്ക് താങ്ങാൻ കഴിയണം. പല കാര്യങ്ങളും അങ്ങനെയല്ലേ. ഈ ചില കാര്യങ്ങളൊക്കെ അതിനൊരു ക്രമമുണ്ട്, പടിപടിയായിട്ടാണ് പറയുന്നത്. നമ്മുടെ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ വളർന്നു വന്നപ്പോൾ ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് താങ്ങാൻ കഴിയും, നമ്മൾ ജീവിച്ചിരിക്കുമോ? അപ്പം ഇതെല്ലാം പടിപടിയായിട്ടാണ്. അപ്പം പരിശുദ്ധാത്മാവിനോട് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് മുന്നേറുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ സാധിക്കും. ഇനിയോ പരിശുദ്ധാത്മാവ് അവിടുത്തെ വരദാന ഫലങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കും. ഈ വരദാന ഫലങ്ങൾ കൊണ്ട് നിറയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് എന്താണോ നാം ചെയ്യേണ്ടത് അത് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് അവിടുത്തെ വരദാനങ്ങളിൽ നമ്മളെ വളർത്തുമെന്ന് നമ്മൾ തിരിച്ചറിയാം. പിന്നീടോ യേശുവിൽ നമ്മളെ വളർത്തുക എന്ന് പറയുമ്പോൾ യേശുവായി നമ്മൾ മാറണം, യേശുവായി നമ്മളെ മാറ്റുക എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ കാണാമല്ലോ, അവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ശാന്തതയും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നു. ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഒരു യേശുവിനെ പോലെ യേശുവിൻ്റെ സ്വഭാവങ്ങളൊക്കെ വ്യക്തിയിലുള്ളതായിട്ടൊക്കെ നമുക്ക് തോന്നാം. ആത്മാവ് നമ്മളെ യേശു ക്രിസ്തുവിൽ വളർത്തുന്നു എന്നാണ്. എങ്ങനെയാണ് നമുക്കറിയാം യേശുവിനെ വളർത്തുന്നത്? നമ്മളെല്ലാവരും ഈശോയുടെ ഒരു വ്യക്തിത്വം നമുക്കുണ്ടെങ്കിൽ എത്രയും നല്ലതാ. ഈശോയുടെ ഒരു വ്യക്തിത്വം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ? ആഗ്രഹിക്കണം കേട്ടോ.
ഈശോയുടെ വ്യക്തിയുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറണമെന്ന് ആഗ്രഹിക്കണം. ഈശോയുടെ ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നിറയാൻ വേണ്ടി ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ ആരായി മാറും? യേശുവായി മാറും. യേശുവിൻ്റെ വ്യക്തിത്വമുള്ളവരായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ പരിശുദ്ധാത്മാവെ അവിടുത്തെ ദാനങ്ങൾ സമൃദ്ധമായി ഞങ്ങളുടെ മേൽ വർഷിച്ച് യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിൻ്റെ ശക്തി എപ്പോഴെന്തായിരിക്കും? യേശു ശക്തിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് രോഗശാന്തിയും അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് അത് തീർച്ചയായും അവിടുത്തെ വരങ്ങളാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ്. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച്, വരങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വരങ്ങളുടെ പ്രത്യേകത ഓർക്കണം. ഒരു വ്യക്തിയുടെ ശരിയായ ആധ്യാത്മികത്തിൽ വളരുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വരമാണ് ഭാഷാവരം. ഭാഷാവരം ലഭിക്കുന്ന വ്യക്തി സ്വയം വളരാൻ വേണ്ടി കർത്താവ് സഹായിക്കുകയാണ്. സഭയ്ക്ക് വേണ്ടിയും സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. എന്നാൽ മറ്റു വരങ്ങളൊക്കെ തരുന്നത് സഭയെ പടുത്തുയർത്താൻ വേണ്ടിയാണ്. തിരിച്ചറിയണേ, വരങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് സഭയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ്. സഭയിലുള്ള വ്യക്തികളുമായിട്ട് യോജിച്ചാണ് പോകാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ കാണാം പല വരങ്ങൾ പല വ്യത്യസ്തമാണ്. ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പല തരത്തിലുള്ള വരങ്ങളുള്ള വ്യക്തികളുണ്ടാകും. ഇതിനു വേണ്ടി അങ്ങനെ വ്യത്യസ്ത എല്ലാ വരങ്ങളും ഒരാൾക്ക് തന്നെ ലഭിക്കണമെന്നില്ല. ആ വരങ്ങൾ അവർ നൽകുന്നതിൻ്റെ എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ സഭയെ പടുത്തുയർത്താനാണ്. അപ്പൊ തിരിച്ചറിയണം, നമ്മുടെ വരങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനകത്ത് അഹങ്കരിക്കരുത്. കൂടുതൽ വിനയമുള്ളവരായി മാറ്റണമേ. ഒരിക്കലും വരങ്ങളെ ദുരുപയോഗം ചെയ്യരുത്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി വരങ്ങളെ ദുരുപയോഗം ചെയ്താൽ അത് നാശത്തിന് കാരണമാകുന്ന, നമുക്ക് പല വ്യക്തികളിലേക്ക് നോക്കിക്കാണാം. നല്ല വരങ്ങളുണ്ടായിരുന്ന വ്യക്തികൾ, ആ വരങ്ങളൊക്കെ ഉപയോഗിച്ചവർ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു, പലരും തകർന്നു തരിപ്പണമായി പോയിട്ടുണ്ട്. നമുക്ക് ഓർക്കാം, വരങ്ങൾ എപ്പോഴും സഭയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഇനി നമുക്കറിയാം, ഈശോയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ എത്ര നല്ലതായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഈശോയുടെ സ്വഭാവം ലഭിക്കണ്ടേ? ആ ഈശോയുടെ സ്വഭാവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട്, ഫലങ്ങൾ കൊണ്ട് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടിയും വരങ്ങൾക്ക് വേണ്ടിയും ഫലങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് അവ സ്വീകരിച്ച് നമുക്കൊരു യേശുവായി മാറണം. അതായത് യേശുവിൻ്റെ വ്യക്തിത്വവും ശക്തിയും സ്വഭാവമുള്ള വ്യക്തികളായി നമുക്ക് മാറണം. നമ്മൾ ആദ്യം കണ്ടിരുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഇവിടെ വെളിപാട് പുസ്തകത്തില് 22-ാമത്തെ അധ്യായത്തില് 17-ാമത്തെ തിരുവചന പ്രകാരം നമ്മളെ പറഞ്ഞിരിക്കുന്നു. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരുക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവിനെ, സൗജന്യമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൈയെല്ലാം കൂപ്പി പിടിച്ച് നമുക്കൊരു നിമിഷം ചിന്തിക്കാം. നമ്മിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ നമ്മൾ തിരിച്ചറിയാത്തതല്ലേ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം? നമുക്ക് തിരിച്ചറിയാം, എൻ്റെ പരിശുദ്ധാത്മാവ്, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തും. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ എന്നെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഈശോയുടെ വ്യക്തിത്വമുള്ളവനായിട്ട്, ഈശോയുടെ ശക്തിയുള്ള വ്യക്തിയായിട്ട്, ഈശോയുടെ സ്വഭാവമുള്ള വ്യക്തിയായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ മാറ്റും. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നിൽ വന്ന് നിറയണമേ. പിതാവായ ദൈവമേ, അവിടുത്തെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുകയാണ്, അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പ്രിയപ്പെട്ട ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ, ഓരോ നിമിഷവും ഞങ്ങൾ വന്നു നിറന്ന് അനുദിന ജീവിതത്തിലെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുക ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് കുടുംബത്തിൽ എന്നൊരു ചിന്തയിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇന്ന് വളരെ കുറച്ച് സമയമേ സംസാരിക്കുള്ളൂ, എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പോകേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവ് കുടുംബത്തിൽ, എന്നെ കേൾക്കാമല്ലോ അല്ലെ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോ കുടുംബത്തിൽ ഒന്ന് ആലോചിക്കണം, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത കൂടെ വസിക്കുക എന്നുള്ളതാണ് പ്രത്യേകത പരിശുദ്ധാത്മാവിന്റെ. അതുകൊണ്ടാണ് സെയിന്റ് പോള് പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിന്നെന്താ പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ സംസർഗവും, കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും. അപ്പോ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത കൂടെ വസിക്കുന്നവൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ പോലും തിരുവചനം വ്യക്തമാക്കുന്നത്, വിശേഷിപ്പിക്കുന്നത് എന്തെന്ന് പറഞ്ഞിട്ടാ, പരിശുദ്ധാത്മാവിന്റെ ആലയം. അപ്പോ നമ്മൾ ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിന്റെ ആലയം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുടുംബമോ പരിശുദ്ധാത്മാവിന്റെ മഹാ ആലയം. പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങൾ ഒന്നിച്ചു വസിക്കുന്ന ഇടമായ കുടുംബം പരിശുദ്ധാത്മാവിന്റെ മഹാ ആലയമാണ്. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ, നോക്കൂ, പത്രോസ് യോഹന്നാനും ഒക്കെ ബന്ധിതരായി, അറസ്റ്റിലായി എന്നൊക്കെ ആയിട്ട് അവര് പ്രാർത്ഥിച്ചു. പത്രോസൊക്കെ പുറത്തു വന്ന് അവര് പിന്നെ എങ്ങോട്ടാ പോയേ? കുടുംബത്തിലേക്കാ പോയേ. അവിടെ അവരെല്ലാരും കൂടി പ്രാർത്ഥിക്കുക. അവിടെ കൂടി പ്രാർത്ഥിച്ച് അവര് പറഞ്ഞു, അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ എന്തു പറ്റി? അവിടെ കുലുങ്ങി എന്നാ പറയണത്. അവിടെ കുലുങ്ങി എന്നാ പറയണേ. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ കുലുക്കുന്നവൻ. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ ഉണർവുള്ളതാക്കുന്നവൻ. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ ബലപ്പെടുത്തുന്നവൻ. കൊർന്നേലിയൂസ് ആളെ വിട്ടു. കൊർന്നേലിയൂസ്, വാ, ഞങ്ങളുടെ വീട്ടിൽ വാ, ദൈവത്തിന്റെ ദൂതൻ ഇങ്ങനെ പറഞ്ഞു, ആളെ വിടാൻ പറഞ്ഞു. അപ്പൊ പത്രോസിനും ദർശനം ഉണ്ടായി. അവസാനം പത്രോസ് അവരുടെ കൂടെ പോവാണ്. ആ കുടുംബത്തിൽ, കൊർന്നേലിയൂസിന്റെ കുടുംബത്തിൽ പത്രോസ് ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്ത് അവരെല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. വിജാതീയരുടെ മേൽ, മാമോദീസ പോലും സ്വീകരിക്കാത്ത വിജാതീയരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. കുടുംബത്തിൽ, വിജാതീയ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ്. അതിനുശേഷമാണ് പത്രോസ് അവർക്ക് മാമോദീസ കൊടുക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് ക്രൈസ്തവ കുടുംബങ്ങളിലും അക്രൈസ്തവ കുടുംബങ്ങളിലും. പക്ഷെ ഓർക്കണം, ക്രിസ്തു ആണ് ആത്മാവിനെ അയക്കുന്നത്. അപ്പോ ക്രിസ്തുവിന്റെ ആത്മാവിനെ എല്ലാ കുടുംബങ്ങളും സ്വീകരിക്കാൻ കൊതിയോടെ നിങ്ങൾ. കുടുംബങ്ങളുടെ സുപ്രധാനമായ പ്രാർത്ഥന, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വസിക്കുന്ന ആത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് നിറയണം. അങ്ങനെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉള്ള അവസ്ഥയാണ് സന്തുഷ്ട കുടുംബം. ശരിക്കും സന്തുഷ്ട കുടുംബം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ആവാസം ശക്തമായി അനുഭവിക്കുന്ന കുടുംബമാണ്. അവിടെ ആത്മാവിന്റെ ഫലങ്ങൾ പ്രകടമാകും. സ്നേഹം, പരസ്പരം കരുതൽ, പ്രാർത്ഥനാ ചൈതന്യം, ദൈവവചനത്തോട് ദൈവവചനത്തോടുള്ള പാഷൻ, ദൈവവചനം വായിക്കാനും ചർച്ച ചെയ്യാനും പ്രാർത്ഥിക്കാനും ദൈവവചനം പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള വലിയ ഉത്സാഹം, ഉണർവ്, വലിയ ക്രിയേറ്റിവിറ്റി, വലിയ ക്രിയാത്മകത, സഭയോടുള്ള വലിയ സ്നേഹം, കൂദാശകളോടുള്ള വലിയ താല്പര്യം, സാമൂഹികമായ ഔത്സുക്യം. ഇത് ഒരു പേപ്പർ ഡോക്യുമെന്റ് പേര് തന്നെയാണ്. സാമൂഹികമായ ഔത്സുക്യം, അതായത് സാമൂഹിക കാര്യങ്ങളിലൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് ആത്മീയ മേഖലയിൽ മാത്രമല്ല കേട്ടോ. സുവിശേഷ പ്രഘോഷണത്തിന്റെ മേഖലയിൽ, രോഗി ശുശ്രൂഷയുടെ മേഖലയിൽ, ദരിദ്രാഭിമുഖ്യത്തിന്റെ മേഖലയിൽ,
സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ ദൈവത്തിന്റെ ആത്മാവ് കുടുംബങ്ങളെ നയിക്കണം. ദൈവത്തിന്റെ ആത്മാവ് കുടുംബങ്ങളിലെ അംഗങ്ങളെ നയിക്കണം. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിന്റെയും കൂടി ആത്മാവാണ്. അശുദ്ധാത്മാവിനെയാണ് പലരും ലോകാരൂപി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്, അല്ലെ? ലോകാരൂപി. എന്നിട്ട് ലോകത്തെ മുഴുവൻ അവന് വിട്ടുകൊടുത്തിരിക്കുക. ആര് പറഞ്ഞു? ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വന്തമാണ് ലോകം. ദൈവാത്മാവിന്റെ സ്വന്തമാണ് ലോകം. അതുകൊണ്ട് ഈ ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ ശരിക്ക് പരത്താൻ എല്ലാ കുടുംബങ്ങളിലും ആത്മാവിനോടുള്ള വലിയ ബന്ധവും സ്നേഹവും ഇടയാണ്. പ്രത്യേകിച്ച് അൽമായരും പരിശുദ്ധാത്മാവും ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സാമുദായിക നേതാക്കളില്ല എന്ന് പറയുന്നു. സാമുദായിക നേതാക്കളില്ല, രാഷ്ട്രീയ നേതാക്കളില്ല, സാംസ്കാരിക നേതാക്കളില്ല ക്രൈസ്തവരിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാവോ? ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അതിന്റെ അർത്ഥം ആത്മാവിൽ ശ്രദ്ധയർപ്പിച്ചിട്ടുള്ള അൽമായരുടെ എണ്ണം കുറയുന്നു എന്നാണ്. പള്ളിയിൽ അച്ഛന്മാര് പള്ളിയിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സഭയുടെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അൽമായരുടെ സവിശേഷമായ മേഖലയാണ് ലോകം, സൊസൈറ്റി, കൾച്ചർ, സയൻസ്, പോളിറ്റിക്സ്, എക്കണോമിക്സ്. പലപ്പോഴും നമ്മൾ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ ചുരുക്കി ഒതുക്കി മടക്കി കൂട്ടി ആത്മാവിന്റെ മാത്രമായിട്ട് ആളാക്കി ഒതുക്കി വയ്ക്കാനാണ് പലപ്പോഴും നമ്മുടെ ആഗ്രഹം. ദൈവത്തിന്റെ ആത്മാവ് മുടിക്ക് പിടിച്ചു കൊണ്ടുപോയത് ഓർക്കുന്നുണ്ടോ പ്രവാചകന്മാരെ? ദൈവത്തിന്റെ ആത്മാവ് വലിച്ചിഴച്ചു കൊണ്ടുപോയത് ഓർക്കുന്നുണ്ടോ ചിലരെ? അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവില്ലേ? പ്രിയപ്പെട്ടവരെ, അതുപോലെ അൽമായരെ മുടിക്ക് പിടിച്ച് അഴച്ച് വലിച്ച് ചില വിഷയങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് ഒക്കെ കൊണ്ടുപോകും ആത്മാവ്. പക്ഷെ അതിന് നമ്മൾ കാറ്റത്ത് പറക്കുന്ന അപ്പൂപ്പൻ താടികളാകാൻ തയ്യാറാവണം. ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ഈ ധ്യാനവും ചിന്തകളും ശുശ്രൂഷകളും എല്ലാം നമ്മളെ ഏകകോശക ജീവികളാക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. മറിച്ച് നമ്മെ ഉണർവുള്ള സഭാമക്കളായി, ഉണർവുള്ള പൗരന്മാരായി, ഉണർവുള്ള മനുഷ്യരായി ഈ ഭൂമിയിൽ കിട്ടിയിരിക്കുന്ന സമയം വളരെ ഷോർട്ടാണ്. ഈ ഭൂമിയെ അല്പം കൂടി സുന്ദരമാക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശ്വസിച്ചായിരിക്കും. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.